പ്രണയമാണോ വിവാഹ ജീവിതം? പ്രണയമല്ല വിവാഹ ജീവിതം. ഇനിയൊരു പ്രണയം പാർവതിയുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ ഞാൻ ആ ഇറങ്ങിപ്പോയ ടൈം, അത് ഞാൻ എന്റെ വീട്ടുകാരോട് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് സീരിയലിലെ വലിയൊരു പൊസിഷനിൽ എത്തത്തില്ലായിരുന്നു, തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും എത്തുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. പാർവതിയെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും, പ്രത്യേകിച്ച് സീരിയൽ കാണുന്ന ആൾക്കാർ. കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലിലൂടെ ഫേമസ് ആയ പാർവതി ഇന്ന് സി കേരളയിൽ ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് ക്യാമറമാനുമായിട്ട് പ്രണയത്തിലായി ഒളിച്ചോടി, വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒളിച്ചോടിയത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒളിച്ചോടുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. എന്തിനാണ് വീട്ടുകാരെയും കുടുംബക്കാരെ പോട്ട്, വീട്ടുകാരാ സ്വന്തം പെറ്റ അച്ഛനെയും അമ്മയും വെറുപ്പിച്ചുകൊണ്ട് എന്തിനാണ് ഒളിച്ചോടി പോകുന്നത്? നമ്മളുടെ അപ്പനും അമ്മയും നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഭൂമിയിൽ ആരും സ്നേഹിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ടാത്ത മക്കൾ വരെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഭൂരിപക്ഷം എടുക്കുകയാണെങ്കിൽ എല്ലാ വീടുകളിലും മക്കളെ വളർത്തുമ്പോൾ അപ്പനും അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മൾ ആ പ്രതീക്ഷ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തകർത്തു കൊണ്ടുപോകുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. ഈ ഒരു നിമിഷത്തെ തീക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബക്കാരെ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ പെറ്റ അച്ഛനും അമ്മയും വെറുപ്പിച്ചുകൊണ്ട് പോകുന്ന ആരും അത്ര നല്ല ഫെയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എന്തിനാ വെറുതെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പ്രേമിച്ച് കെട്ടിയാലും അല്ലാണ്ട് അറേഞ്ച് മാരേജ് ആയിട്ട് കെട്ടിയാലും അടിച്ച് പിരിയേണ്ടതാണെങ്കിൽ അടിച്ച് പിരിയും, അതിൽ വേറെ ഒരു തർക്കവും ഇല്ല. ഒരുപാട് അറേഞ്ച് മാരേജുകൾ വേർപിരിഞ്ഞ് വളരെയധികം ദുരന്താവസ്ഥയിലൂടെയൊക്കെ പോകാറുണ്ട്. എങ്കിലും നമുക്ക് പറയാം, പേരൻസിനെ വെറുപ്പിച്ചുകൊണ്ടല്ലല്ലോ പോയത്, അവരുടെ ഇഷ്ടത്തിനല്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് തലത്തിൽ അത് ചർച്ച ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പാർവതി പ്രണയിച്ചു ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചു. എന്നാൽ ഇന്ന് അവർ ഡിവോഴ്സ്ഡ് ആണ്. ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം അന്ന് പാർവതി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിന് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. ആ ഇന്റർവ്യൂവിൽ പാർവതി പറയുന്ന കാര്യങ്ങളല്ല, അജിൻ എന്ന് പറയുന്നവൻ ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇവനൊരു അടിയുടെ കുറവല്ല, ഒരു ഇടിയുടെ കുറവ് തന്നെ അവന് നന്നായിട്ടും ഉണ്ട്. നമുക്ക് എന്തായാലും തുടങ്ങാം. ജീവിതത്തിന്റെ ഒരു യാത്രകൾ എടുത്തു നോക്കുമ്പോൾ ജീവിതം ഇല്ലാതാക്കുകയും അല്ലെ ജീവിതത്തിൽ നഷ്ടം വന്ന കുറെ അനുഭവങ്ങളുണ്ടല്ലേ? ഇന്നും പാർവതിയുടെയാണ് ഇന്റർവ്യൂ എന്ന് ആളുകൾ അറിഞ്ഞപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രണയമാണോ വിവാഹ ജീവിതം? ഡേയ്, ഇന്ന് ഈ പറഞ്ഞല്ലോ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കണം എന്ന് പറഞ്ഞു. ആര് ചോദിച്ചു? നീ പാർവതിയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോണെന്ന് പറഞ്ഞപ്പം ആരാണ് ഈ ഒരേ സ്വരത്തിൽ ചോദിച്ചത്? എടാ, നിനക്ക് ചോദിക്കണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാണ്ടെന്ന് പറ, അല്ലാണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊണയടിക്കാൻ വരരുത്. ഒരാളുടെ പേഴ്സണൽ കാര്യം അവർക്ക് തികച്ചും അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ അതിൻ്റെ അകത്ത് കയറി ചെകഞ്ഞു നിന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. എൻ്റെ പൊന്നജിനെ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയല്ലോടെ എൻ്റെ അവസ്ഥ. നിനക്കൊരു ആടിയുടെ അല്ല, ഈടിയുടെ നല്ല കുറവുണ്ട്. എന്തായാലും നോക്കാം. പാർവതിയുടെയും ആ ഒരു വ്യക്തിയുടെ അഭിമുഖം ഞാൻ കണ്ടതിലൂടെ പാർവതി പറയുന്നുണ്ട്, ഞങ്ങൾ 3 മാസം പ്രണയിച്ചു. ആളുകളുടെ ചിന്താഗതി, ഞങ്ങൾ ബ്രേക്കപ്പ് ആകാനൊന്നും പോകുന്നില്ലല്ലോ, ഞങ്ങൾ 1 വർഷം ജീവിക്കും, 2 വർഷം ജീവിക്കും, മുന്നോട്ടുള്ള വർഷങ്ങളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ആ പറഞ്ഞ വാക്കുകളാണോ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ല, ആ പറഞ്ഞ വാക്കുകളല്ല ജീവിതത്തിൽ സംഭവിച്ച. ആ പറഞ്ഞ വാക്കുകളല്ല സംഭവിച്ചെങ്കിൽ നിനക്കൊല്ലം ചെയ്യാണ്ടാടാ അജിനെ. നീ എന്തുവാടാ, നിനക്ക് ഇതെങ്ങനെ സാധിക്കണടാ? അവരാദ്യമേ പറയുന്നുണ്ട് ഇത് പേഴ്സണൽ കാര്യമാണ്, പറയാൻ താല്പര്യമില്ല. എങ്കിലും നീ എൻ്റെ ഇടയിൽ കൂടിയൊക്കെ പല രീതിയിലും തിരിച്ചും മറിച്ചും ഗുണിച്ചും ഹരിച്ചും ചോദ്യങ്ങൾ ഇടുന്ന നിന്റെ കഴിവിനെ ഞാൻ അംഗീകരിച്ചു തന്നു. നല്ല ആടി കൊച്ചു കള്ളൻ. കാരണം നമുക്ക് ലൈഫിൽ എന്താണ് പറ്റാന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പൊ നടന്നത്. എന്താ നടന്ന സംഭവം? എന്താണെന്ന് വെച്ചാൽ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഇത് വന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മള് ഡിവോഴ്സ് എന്നൊരു ഇതിലേക്ക് ഞങ്ങൾ എത്തി. വളരെ നല്ല തീരുമാനം. നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ മ്യൂച്വലി ആ തീരുമാനം എടുക്കണം. നമ്മൾ ഡിവോഴ്സ്ഡ് ആവുകയാണ്, ഇനി നിയമപരമായിട്ട് വേർപിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. കുടുംബജീവിതമാകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഡിവോഴ്സിന്റെ വക്കിലൊക്കെ എത്തുമ്പം ഭർത്താവ് ഭാര്യയെ കയറി കൊല്ലുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കയറി കൊല്ലുക, കാമുകന്റെ ഒളിച്ചോടുക, അതൊന്നും ആവശ്യമില്ല. മ്യൂച്വലി നിങ്ങൾക്ക് പരസ്പരം ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മ്യൂച്വലി ആ തീരുമാനം എടുക്കുക, ഡിവോഴ്സ് ആവുക, അതിലൊരു കുഴപ്പം കാണുന്നില്ല. പക്ഷെ അജിന് അതിന്റെ ഇടയിൽ കൂടി കാരണം അവൻ അറിയണം. എന്താണ് നിങ്ങൾ മ്യൂച്വലി ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്? അതാണ് അവൻ അറിയേണ്ടത്. അവൻ അതറിയാൻ വേണ്ടി പല വഴിയും നോക്കുന്നുണ്ട്, കൊച്ചു കള്ളാൻ. ഈ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല. അത് വിശ്വസിക്കുന്നുണ്ടോ?
അങ്ങനെയല്ല, എല്ലാ പ്രണയവും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. എന്താ പറയാ, നമ്മൾ പ്രണയിച്ച് നല്ലപോലെ ജീവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആയി പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചതുപോലെ ഡിവോഴ്സ് ആവുന്നവരുണ്ട്. അപ്പം അങ്ങനെ കണ്ണിലെ മുക്കിൽ അങ്ങനെ ഞാൻ പറയുന്നതിന് അങ്ങനെ ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും ഒരു കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ചും കണ്ട് മാത്രം തീരുമാനം എടുക്കുക. അത് അത്രേ ഉള്ളൂ. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ച് കണ്ടേ തീരുമാനം എടുക്കുള്ളൂ. പിന്നെ ഈ പ്രണയിച്ചാലും അല്ലാതെ കല്യാണം കഴിച്ചാലും ഏതായാലും പിരിയേണ്ടാണെങ്കിൽ അടിച്ച് പിരിയും. പിന്നെ നിനക്ക് പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല വായില്ലെന്ന് പറയുന്നുണ്ടല്ലോ, നിനക്ക് മിക്കവാറും നിന്റെ വായിക്കകത്ത് പല്ല് കാണത്തില്ല അജിനെ. അതാണ് എനിക്ക് പറയാനുള്ളത്. നീ സൂക്ഷിച്ചോ, നീ തയ്ച്ച് വച്ച ഒരെണ്ണം ആവശ്യം വരെ എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കല്യാണത്തിന് ശേഷം മൃദുലയാണെങ്കിൽ പോലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? കല്യാണത്തിന് ശേഷം മിണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു ചേച്ചി. വീട്ടില് അമ്മയും അച്ഛനും ഒരു മാസം, അമ്മയൊക്കെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നെ. ഒന്നും പെറ്റതള്ളക്ക് മറക്കാൻ പറ്റത്തില്ല. അതെ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 1 മാസമൊക്കെ ആയി അമ്മയൊക്കെ മിണ്ടി നേരെ വീട്ടിലൊക്കെ ഞാൻ വന്നു. അപ്പോഴും ചേച്ചി മിണ്ടിയിട്ടില്ല. കാരണം ഞാനും ചേച്ചിയാണ് എപ്പോഴും ഭയങ്കര ക്ലോസ്. എന്തുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ ചേച്ചിയോട് പറയാതെ പാവത്തെ ചതിച്ചതല്ല. അതെയാടാ, പാവത്തിന് വരെ നീ ചതിച്ചില്ലേ. അതായത് പാർവതി ഒളിച്ചോടി സമയത്ത് ചേച്ചിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, ആരുടെ പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അവരെ എതിർക്കും, അല്ലെങ്കിൽ പിടിച്ച് പൂട്ടിയിടും എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ കൊണ്ടായിരിക്കും അവർ ഒളിച്ചോടി കല്യാണം കഴിച്ചു. തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. എന്റെ ഒപ്പീനിയനിൽ വീട്ടുകാരെ ഉറപ്പിച്ചുകൊണ്ട് പോകുന്ന എന്തിനാ, വെറുതെ ഒരു ആവശ്യമില്ല. എന്തായാലും അതിനുശേഷം പാർവതിയുടെ സഹോദരി അടുത്തും പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു വിഷമം തിരിച്ച് വീട്ടിൽ വന്ന സമയത്തും സഹോദരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പാർവതി പറഞ്ഞു വയ്ക്കുന്നത്. സഹോദരി ഒരു ആക്ട്രസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഇവൻ നൈസായിട്ട് അവരെയും കൂടി പിടിച്ചിട്ട് അകത്ത് ഇട്ടിട്ട് കണ്ടന്റ് അടിക്കും. ഇവന് ടൈറ്റിൽ കൊടുക്കണം. പാർവതി പൊട്ടിക്കരഞ്ഞു, വീട്ടുകാരെ വെറുപ്പിച്ചതിന് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെയുള്ള സാധനം അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് പല സാധനം ഇട്ട് എറിഞ്ഞു നോക്കുകയാണ്. ഒന്നിലും അങ്ങോട്ട് കൊഴുക്കുന്നില്ല പാർവതി. പറഞ്ഞാട്ടെ, ലൈഫിൽ ആരൊക്കെ ഉണ്ട് പാർവതി കൂടെ? ഇപ്പൊ എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ചേട്ടൻ, ഇത്രയും പേരാണ് എനിക്കുള്ളത്. അവര് തിരിച്ചു വന്നപ്പോ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഒരു തെറ്റ് പറ്റി, ഇനി അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും പറ്റരുത് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഞാൻ കുറേ ഫാമിലിയിൽ ഞാൻ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിലായിരുന്നാൽ പോലും ഒരുപാട് പേര് ഇതുപോലെ പോയിട്ട് ഇതുപോലെ എന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റാണ്ട് തിരിച്ചു വരുന്നവരുണ്ട്. പക്ഷെ അതിലൊന്നും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, ഇത്രയും പേരാണ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ചെയ്ത തെറ്റ് അവർ ഇപ്പോഴും അത് തെറ്റ് തന്നെയാണ്, ഞാൻ ചെയ്ത തെറ്റ് തന്നെ അതിപ്പോഴും പറയുന്നുണ്ട്. അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു, തിരിച്ച് അവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് അവരാണ്. അപ്പൊ അതിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും എന്താ പറയുക, ഞാൻ ഭാഗ്യം ചെയ്തതാണ്. സാധാരണഗതിയിൽ ഈ മക്കൾ ഒളിച്ചോടി കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സ് മിക്കവരും അടുപ്പിക്കാറില്ല. അല്ലെങ്കിൽ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ അടുപ്പിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇവിടെ പാർവതിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പാർവതി ഒളിച്ചോടിപ്പോയി ഡിവോഴ്സ് ആയി. അതിനുശേഷം വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്തു. അത് നല്ലൊരു ക്വാളിറ്റിയാണ് പാരന്റ്സിന്റെ. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പൊറുക്കണം. പിന്നെ ഇങ്ങനെ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്ത് അവരെ നാറ്റിച്ചിട്ട് പോകുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് വിഷമം കാണും. പക്ഷെ മിക്ക വീട്ടുകാരും തിരിച്ച് മക്കൾ വന്നു കഴിഞ്ഞാൽ അവരുടെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാറില്ല, ദേഷ്യം കാണും. ഞാനൊരു അച്ഛനായി കഴിഞ്ഞാലും എൻ്റെ മകൾ ഇതുപോലെ ഒളിച്ചോടി പോയിട്ട് പിന്നെ ഒരു ദിവസം എല്ലാം പൊളിഞ്ഞടുങ്ങി തരിപ്പണമായി വരുമ്പോൾ എനിക്ക് പേഴ്സണലി ദേഷ്യം കാണും. പക്ഷേ അവൾക്ക് വേറെ ഒരിടത്ത് പോകാനില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് അവൾ തിരിച്ച് വീണ്ടും വന്നത്. നമ്മുടെ മക്കൾക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ ക്ഷമിക്കുക, ക്ഷമിച്ച് കൂടെ ചേർത്ത് നിർത്തുക, കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക ഒക്കെ ചെയ്യുക. അതേ നമുക്ക് ഈ ഒറ്റ ജീവിതത്തിൽ ചെയ്യാനായിട്ടുള്ളൂ. അല്ലാണ്ട് മക്കളെ ഇനി പുകഞ്ഞ കൊള്ളി പുറത്തെന്നുള്ള ടേംസിൽ ഇരിക്കുന്നതിൽ എനിക്കും യോജിപ്പില്ല. പിന്നെ ചില മക്കളൊക്കെ അത്രയും ക്രൂരമായ പരിപാടികളൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മറക്കാനും പറ്റത്തില്ല. എങ്കിലും പൊറുക്കാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ പൊറുക്കുക. പിന്നെ മക്കൾ അപരാധം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കരുത്. ചില അമ്മമാരൊക്കെ മക്കള് ആരെങ്കിലും കൊന്നാൽ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ട്. നമ്മൾ പല ന്യൂസുകളും കാണുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു അങ്ങനത്തെ കേസിലൊന്നും ഞാൻ ഒരിക്കലും മക്കളെ സപ്പോർട്ട് ചെയ്ത് കൂടെ പിടിച്ചിർത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ ഇതുപോലത്തെ കേസിലൊക്കെയാണ് ജസ്റ്റ് പറഞ്ഞത്. എന്തായാലും ബാക്കി ഇനിയൊരു പ്രണയം പാർവതിയുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? എന്റെ പൊന്നേ, അതെനിക്ക് എന്താ പറയാ, നമുക്ക് അതൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ പറയാൻ പറ്റത്തില്ലെന്നോ? പിന്നെ എന്ത് ചെയ്യണമെന്ന് നിന്റെ അടുത്ത് ഇനി പറയണോ? അടുത്തിന് ഇപ്പൊ പ്രണയം ഉണ്ടെന്ന് നിന്റെ അടുത്ത് എടാ, ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ മറ്റേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ അല്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന വികാരമാണ്. നിനക്ക് എന്ത് തേങ്ങയുടെ അറിയാം? പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല. നിനക്ക് എന്താണ് അതിൽ കയറി ചോദ്യം ചോദിക്കായിരിക്കുന്നു? ആജീനെ നിനക്ക് ഖവാല തടവി വിട്ടോ നീ. ഇത്രയും ഉള്ളിൽ വിഷമം ഇരുന്നിട്ട് എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്ന പാർവതി? വിഷമം ഉള്ളിൽ ഇരിക്കണം, ചിരിക്കാൻ പറ്റണം. നിന്റെ അടുത്ത് പറഞ്ഞ വിഷമം ഇത്രയും ഉള്ളിൽ കവിഞ്ഞ് കിടക്കണം. എടാ, നിനക്ക് അവളെ കരയിപ്പിക്കണം. കരയിച്ചും കൊണ്ട് നിനക്ക് തന്നെയില്ല ഫോട്ടോ കൊടുക്കണം. എന്നിട്ട് നിനക്ക് ഇരുന്ന് കൊണയടിക്കണം, ഇന്റർവ്യൂവിന് റീച്ച് ഉണ്ടാക്കണം. അതല്ലടാ നിന്റെ ഉദ്ദേശം അജിനെ? റീച്ചിന് വേണ്ടിയിട്ട് എന്ത് ഊളപ്പരിപാടിയും കാണിക്കാമെന്നാണോ അജിനെ നിന്റെ ഒരു ചിന്താഗതി? ഇതൊക്കെ മാറ്റി പിടിയടേ.
എന്ത് വേടാ നീ ഇങ്ങനെ അവളെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പല ട്രിക്കും ഇറക്കുന്നുണ്ട്, മനസ്സിലായി. എന്തായാലും ബാക്കി നിന്റെ കൊണയടി വാ. കരഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ. കരയുന്ന സമയങ്ങളൊക്കെ എപ്പോഴാണ്? ആരും ഇല്ലാത്തപ്പം പട്ടി മോങ്ങുന്ന പോലെ മൂക്കിനകത്തിരുന്ന് മോങ്ങും. വട്ടി വാങ്ങുന്നല്ലോ മോങ്ങും. നിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ലേ മോങ്ങും എന്ന് നിന്നിട്ട് പോടാ വേട്ടവളെ. ചുമ്മാ വന്നിരുന്ന് കൊണയടിച്ചങ്ങ് തള്ളയാണ്. കരയാണെങ്കിൽ കരയും, ചിരിക്കുകയാണെങ്കിൽ ചിരിക്കും. നിനക്കെന്ത്? ചുമ്മാ അവളെ കരയിപ്പിക്കാൻ നോക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പെൺകുട്ടി ആകുമ്പോൾ പെട്ടെന്ന് കരഞ്ഞു പോകും. ഉള്ള കാര്യം പറയാം, കരഞ്ഞു പോകും. പക്ഷെ അവിടെയും പാർവതി പിടിച്ചു നിന്നു. ഈ കഴുപ്പണം കെട്ടവന്റെ മുമ്പിൽ പെട്ടുപോയല്ലോ, ഇവന്റെയൊക്കെ മുന്നിൽ എങ്ങനെ ഇന്റർവ്യൂവിന് എനിക്ക് കൊടുക്കാൻ തോന്നിയെന്നാണ് എന്തെന്ന് ആലോചിക്കുന്നത് പാർവതി. സത്യ ധീരത്തിൽ പറയാം, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്റെയൊക്കെ ഒരു കണക്കണാണോ എന്ന് പറയാനില്ല. നിങ്ങൾ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു? ഒരു 3.5 വർഷം. 3.5 വർഷത്തോളം 3.5 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു. ആ വ്യക്തി ഇനി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ ഒന്നുമില്ല, നന്നായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. നന്നായി വാ. ഓ, ഇനി ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ വ്യക്തിയെടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോന്ന് നിനക്കൊന്ന് അറിയണമല്ലേ? നിനക്ക് എന്താണ് പ്രശ്നം, എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയണമല്ലേ? കുനിഞ്ഞിരിക്കും, പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ഇപ്പം എന്ത് പറയാൻ? ഇവനെപ്പോലെ ഒരു വെടലകൾക്കൊരു അവാർഡ് കൊടുത്താൽ നിനക്ക് തന്നെടാ അജിനെ എടുത്തങ്ങ് തരും. ഇത്രയും വിഷമം വെച്ചിട്ട് ഈ ചിരിക്കുന്ന ചിരി. നീ പിന്നെ എന്തുവാടാ കരയണമായിരുന്നു? ഇത്രയും വിഷമം വെച്ചിട്ട് നിന്റെ അടുത്ത് പറഞ്ഞ അത്രയ്ക്ക് അങ്ങ് വിഷമം മുട്ടിക്കിടക്കണം. എടാ വിഷമം ഉണ്ടെങ്കിൽ അത് അവർക്കറിയാം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. നിന്റെ മുന്നിൽ വന്നിരുന്ന് ഇനി കരയേണ്ട കാര്യമില്ല. നീ ചിരിക്കുന്ന ചിരിയെന്നോ ഇട്ടിട്ടിട്ട് അവരവസാനം ഉള്ളിൽ നിന്ന് ആ ഒരു ഫീലിങ്സ് വന്ന് കരയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് നീ ചെയ്യുന്നത്. എടാ ഉളുപ്പുണ്ടാടാ. നിനക്കൊരു പെങ്ങളുണ്ടെങ്കിൽ അവളെ നീ ഇതുപോലെ ഈ ഫീലിങ്സിനെ പറഞ്ഞ് കരയിപ്പിക്കോടാ. ചിന്തിക്കടാ പൊട്ട. എനിക്ക് നിന്നെ പറഞ്ഞാൽ ഞാൻ കൂടിപ്പോ. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ബാക്കി കുഞ്ഞിന് വേണ്ടിയല്ല ഞാൻ മാറ്റി വെച്ച് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകാൻ. നമ്മളെല്ലാം കൂടെ ഉണ്ട് കേട്ടോ. അയ്യോ, നീ വേണ്ടടേ, ആരെയും കൂടെ വേണ്ട. നീ നമ്മളെല്ലാം കൂടെ ഉണ്ടെന്ന്. ആര് കൂടെ ഉണ്ടെങ്കിലും നീ കൂടെ വേണ്ട എന്നാണ് പാർവതി മനസ്സിൽ പറയണത്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തൊലഞ്ഞിറങ്ങി പോയാൽ മതി എന്നായിരിക്കും പാർവതിയുടെ ചിന്താഗതി. ഉള്ള കാര്യം പറയാം. നിന്നെപ്പോലെ ഒരു വെടലേരെ മുമ്പിൽ വന്നിരുന്ന് ഉത്തരം പറയേണ്ട ഒരു ഗതികേട് അവർക്ക് ഉണ്ടായല്ലോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. നമ്മളെല്ലാം കൂടെ ഉണ്ടെന്ന്. ഇവനെ പോലെ ഉള്ളവന്മാരെയാണ് ആദ്യം കിണ്ടിപ്പറക്കി എടുത്ത് അറിയേണ്ട. ഏറെ കയറി ബിഗ് ബോസിൽ കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. വേറെ ഒന്നും കമന്റ് ചെയ്യില്ലെങ്കിലും ഈ അജിനെ പറ്റിയിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.